ഒരു മരത്തിന്റെ ചുവട്ടില് ഒരു ഇല ഇങ്ങനെ വീണ് കിടക്കുമ്പോ ഇല മാത്രമല്ല ഉണ്ടാവും അല്ലെ, ഇലയുടെ കൂടെ ഒരു ചെറിയ തണ്ടുണ്ടാവും അല്ലെ. അതെന്തിനാ? ഇലയുടെ കൂടെ തണ്ട് എന്തിനാ? ഇല മാത്രം പോലും തണ്ട് എന്തിനാ? തണ്ട് എന്തിനാന്നറിയോ? ആ ഇല വീണത് ആകാശത്തിൽ നിന്നല്ല, ഒരു മരത്തിൽ നിന്നാണ്. അതാണ് തണ്ട്. ഒരു ചെടി ഉണ്ടായിരുന്നു, അതൊരു മരമായി. ആ മരത്തിൽ കുറെ ശാഖോപശാഖകൾ ഉണ്ടായി. ആ ശാഖകളിൽ ഒരു ചില്ലയിൽ ഒരു ഇല ഉണ്ടായി. ആ ഇല ഇങ്ങനെ പൊടിഞ്ഞ് അത് പൂർത്തിയായി അതിന്റെ മിഷൻ കഴിഞ്ഞപ്പോ താഴേക്ക് വീണതാ, അല്ലാതെ ആകാശത്തുനിന്ന് വീണതല്ല. മനസ്സിലായോ? അതാണ് ആ ഇലയുടെ കൂടെ ഒരു തണ്ട്. എടാ, അതേപോലെ നമ്മുടെ ശരീരത്തിലൊരു അടയാളം ഈശ്വരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? പൊക്കിൽ. എറോട്ടിക് സിമ്പലൊക്കെ ആക്കിയിട്ടാണ് ആളുകൾ അതിനെ ഉപയോഗിക്കുക. സത്യത്തിൽ പൊക്കിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമായിരുന്നു അമ്മ. അമ്മയെ ചവിട്ടാനൊരുങ്ങുന്നവന്റെ വയറ്റത്തിരുന്ന് പൊക്കിൾ കരയുന്നുണ്ട്. അമ്മയോട് കൈനിൽക്കുന്ന മകന്റെ വയറ്റത്തിരുന്ന് ആ പൊക്കിൾ കരയുന്നുണ്ട്. അമ്മ അമ്മ. ആകാശത്തുനിന്ന് വീണതല്ല, ഒരമ്മയുടെ ഉള്ളിൽ താഴേക്ക് വന്നതാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കടമനിട്ടിന്റെ വഴിയാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. മലയാളത്തിലൊരു വലിയ നടൻ, പിന്നെ അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ കണ്ടതായി കുറച്ചായി. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച് അമ്മയെ കുറിച്ച് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇത് സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ. അച്ഛൻ നടനല്ല, അമ്മ നടിയുമല്ല. അവര് സാധാരണ കുടുംബത്തിൽ നിന്ന് അധ്വാനിച്ച് കയറി വന്ന ഒരു ചെറുപ്പക്കാരാണ്. അപ്പൊ അദ്ദേഹത്തോട് അച്ഛനെ കുറിച്ച് ചോദിച്ചു. മറ്റേ ഇരിങ്ങാലക്കുടയിലെ ഒരു സാധാരണ വക്കീലാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ. അപ്പോ അച്ഛനെ കുറിച്ച് ഇയാൾ ആവേശത്തോടെ സംസാരിച്ചു. പിന്നെ അമ്മയെ കുറിച്ച് ചോദിച്ചു. അമ്മയെ കുറിച്ചും ആവേശത്തോടെ സംസാരിച്ചു. പിന്നെ ഇയാൾക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ കുറിച്ച് ചോദിച്ചപ്പോ ഇവൻ സംസാരിക്കാൻ തുടങ്ങി, പക്ഷെ സംസാരിക്കാൻ കഴിയണില്ല. ഇവനിങ്ങനെ വിങ്ങി പൊട്ടിയാകെ. എന്നിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് ഇവൻ പറയാ, ചേട്ടനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. അതായത് കാരണമാണ് അവൻ പറയണത്. ഇവന് എഞ്ചിനീയറാ ശരിക്കും ഈ നടൻ. ജോലിയൊക്കെ കിട്ടിയതാ. ജോലി കിട്ടിയിട്ട് ജോലി രാജിവെച്ചിട്ട് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പിന്നാലെ നടക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ പൈസ ഇല്ല. അവന് ഭക്ഷണം വേണം, വസ്ത്രം വേണം, വണ്ടിയിൽ എണ്ണ അടിക്കണം, പൈസ ഉണ്ടാവില്ല. അപ്പൊ എല്ലാ മാസവും അവന്റെ കയ്യിലേക്ക് ഒരാള് പൈസ കൊടുക്കും. എത്ര കൊടുക്കണമെന്നറിയോ? 4000 രൂപ. 4000 രൂപ കൊടുക്കുന്ന ആൾക്ക് ഓരോ മാസവും കിട്ടുന്ന ശമ്പളം എത്രയാണെന്നറിയോ? 14,000 രൂപ. ആകെ 14,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ അതിൽ നിന്ന് 4,000 രൂപ ജോലി കിട്ടിയിട്ടും രാജിവെച്ച് സിനിമയുടെ പിന്നാലെ നടക്കുന്ന അനുജന്റെ കയ്യിലേക്ക് കൊടുക്കും. ആരെന്നറിയോ? ചേട്ടൻ. ഇത് ഈ അനുജൻ എപ്പോഴാ പറയണെന്നറിയോ? ഇത് പറഞ്ഞ് കരയണ എപ്പോഴാന്നറിയോ? കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത്. കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത് പഴയ 4000ന്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിന്റെ പേരാണ് നന്ദി. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ചിലതൊന്നും മറക്കാതിരിക്കുക. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം ഒരു മനുഷ്യനെ മനുഷ്യനാക്കണം കേട്ടോ. ഒരു മനുഷ്യന്റെ ഉള്ളിൽ മഹത്വം നടക്കുന്നത് എന്താണെന്നറിയോ? അയാള് ചിലതൊന്നും മറക്കാതിരിക്കുക എന്നത്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇംഗ്ലീഷില് സ്മോൾ ആയിട്ടുള്ള ഐ എന്ന് എഴുതാറുള്ളത് ഒരു വരയും മുകളിൽ ഒരു കുത്തും കൊടുക്കും അല്ലെ? ഒരു വരയും മുകളില് ഒരു കുത്തും. അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു അത്ഭുതമില്ല. അതിലേക്ക് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു അത്ഭുതമില്ല. പക്ഷെ അതിങ്ങനെ തിരിച്ചിടുമ്പോൾ ഒരു വരയും താഴെ ഒരു കുത്തുമായി മാറുന്നതിന് നമ്മൾ വിളിക്കുന്നത് എക്സ്ക്ലമേഷൻ എന്നാണ്. അത്ഭുതം. ഓരോ ഐയുടെ അകത്തും
ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ഐ മീൻസ് ഇൻഡിവിജ്വൽ. ഓരോ മനുഷ്യന്റെ അകത്തും ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ആ അത്ഭുതം എന്താണ് എന്ന് തിരിച്ചറിയാതെ പോയ പരകോടി മനുഷ്യർ മരിച്ച് മറിഞ്ഞു കിടക്കുന്ന മണ്ണിന്റെ മുകളിലൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. എന്തിനു വന്നു വരുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ പോയ മനുഷ്യർ. നിങ്ങൾ അങ്ങനെ ഒരു യാത്രയിൽ, നിങ്ങളുടെ ഉള്ളിലെ അത്ഭുതത്തെ തിരിച്ചറിയാനുള്ള യാത്രയിലാണ്. ഏതോ ഒരു രാജ്യത്തേക്കാണ് നിങ്ങൾ പോണത്. സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രയിലാണ്. പ്രവാസം എന്നാണ് നമ്മൾ അതിന് പറയാം. പ്രവാസം. നിങ്ങൾ ഈ പ്രവാസികളാകുമ്പോഴാണ്. പ്രവാസം എന്ന് പറഞ്ഞ വാക്കിന്റെ ശരിക്കും അർത്ഥം എന്താണെന്നറിയോ? പ്രവാസം എന്നല്ലേ? പ്രവാസം എന്ന് പറഞ്ഞാൽ വാസം മാറുക. വാസം, വീട് മാറുക. ഇനി ഉസ്ബെക്കിലോ കസാക്കിലോ ഇവിടെ അസർബൈജാനിലോ ഏതോ പഴയ USSRന്റെ ഏതോ ഒരു ബെൽറ്റില്, ഏതോ ഒരു രാജ്യത്തെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള അല്ലെങ്കിൽ ഏതോ ഒരു മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഒരു ഹോസ്റ്റലില് റൂമിനകത്ത് ഒരു കട്ടിലിൽ നിങ്ങൾ ഇനി കിടന്നിറങ്ങുമ്പോഴും ഇവിടുത്തെ ഒരു വീടില്ലേ, ഇങ്ങനെ കേരളത്തിലെ ആ ചെറിയതോ വലുതോ ആയ ആ വീടില്ലേ, ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനുള്ള വീടില്ലേ, ആ വീട് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കണം. ഒരു ഭർത്താവ് ഗൾഫിലുള്ള ഭർത്താവ് ഭാര്യയ്ക്ക് കത്തെഴുതുമ്പോ അതിലെഴുതുന്ന ഒരു വരിയുണ്ട്. എടാ, ഞാൻ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എന്റെ ആ ബെഡ് സ്പേസിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ വലത് കൈ ഇങ്ങനെ നീട്ടിവെക്കും. എന്റെ വലത് കൈ ഇങ്ങനെ നീട്ടിവെക്കും. അത് നിനക്കുള്ളതാണ്. ഞാൻ എവിടെ ആയിരിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, അത് നിനക്കുള്ളതാണ്. കടമ്പനിട്ടയുടെ ആ ഒറ്റ വരി കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചതും അതാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്.